ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള അയലക്കറിയാണ് കേട്ടോ. നല്ല അടിപൊളി അയലയാണ് നമുക്കിവിടെ കറി വെക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ സുന്ദരമായിട്ടുള്ള അയലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കിലോ അയിലാണ് വാങ്ങിക്കുന്നത്. നല്ല പിടയ്ക്കുന്ന അയിലായിരുന്നു കേട്ടോ. അപ്പോൾ 1/2 കിലോ എന്ന് പറഞ്ഞാൽ 5 അയിലയാണ് എനിക്ക് കിട്ടിയത്. ഒരെണ്ണം ഞാൻ ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചു. 4 എണ്ണം കറി വെക്കാനായിട്ട് ഇവിടെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം 2 സവോളയാണ് ഇവിടെ ചെറിയതാക്കി അരിഞ്ഞത്, അത് അതിലേക്ക് ഇട്ടു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. വെളുത്തുള്ളി ഞാൻ അതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അവിടെ നമ്മുടെ ഉള്ളികളെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് നേരം നല്ല സ്പീഡിലൊന്ന് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ വഴറ്റണം കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട്. കാരണം ഇത് നല്ല ഇതിൻ്റെ പച്ചമണം നല്ല രീതിയിൽ പോയാലാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നല്ല രീതിയിലൊന്നുകൂടെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. മസാലപ്പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സമയത്ത് സ്വല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ വെള്ളം ഒന്നുകൂടെ ഡ്രൈ ആവുന്നവരെ വഴറ്റിയാൽ നമ്മുടെ മസാല നല്ല രീതിയിൽ മൂത്ത് വരും. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി അരച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി വീണ്ടും നമുക്ക് വഴറ്റാൻ ഈ തക്കാളി ഡ്രൈ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു വരും. അതുവരെ നമ്മൾ വഴറ്റിയാൽ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ മീൻ കറിക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനത് വഴറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. നല്ല രീതിയിൽ വഴറ്റണം. അപ്പോൾ അത് ഏകദേശം നമ്മുടെ തക്കാളി എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനേക്ക് ആവശ്യമുള്ള പുളി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഒരുപാട് പുളി ഒഴിച്ചു കൊടുക്കരുത്. ഒരുപാട് പുളിയായാൽ മീൻ കറി നന്നായിരിക്കില്ല. ഒരു മീഡിയം ലെവലിലൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഇപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഒന്നുകൂടി ഇളക്കി ഒഴിപ്പിട്ട് ഞാൻ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം നമുക്ക്. ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചിട്ട് കറി ലൂസാക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തിക്ക് ഗ്രേവിയാണ്. ഒരു ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ട് നിങ്ങൾക്ക് കൂടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ല രീതിയിലൊന്ന് മെല്ലെ മെല്ലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. 7 മിനിറ്റ് കൊണ്ട് നമ്മുടെ അയില വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് അടച്ചു വെക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഒരു 7 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളി കറിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അതാണ് ഇതിൻ്റെ ഈ കറിയുടെ സീക്രട്ട്. അപ്പോൾ അതാ നമ്മുടെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി നാളികേരത്തിൻ്റെ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കോക്കനട്ട് മിൽക്ക്, അല്ലാതെ തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കല്ല. അതിൻ്റെ 1/4 പാൽ എടുത്തിട്ട് ഞാൻ തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു പാലാണ്, അത് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. വീണ്ടും ഒന്നുകൂടി നമുക്ക് മെല്ലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറി വീണ്ടും ഞാൻ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഒരു 2 ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അത് ഞാൻ അതിലേക്ക് പൂർത്തീകരിച്ചു. ഇനി നമുക്കൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അയിലക്കറി, ഹോട്ടൽ സ്റ്റൈൽ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറവിടാനുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയിൽ വറവിട്ടാലാണ് നമ്മുടെ അയലക്കറിക്ക് മൊത്തത്തിൽ മീൻ കറിക്ക് രുചി വരണമെങ്കിൽ അവസാനം ചെറിയ ഉള്ളിയിൽ ഒരു ചെറിയ വറവിടണം.
അപ്പോൾ അതിൽ ഉപ്പ് പുളിയെല്ലാം നോക്കിയപ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവി തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഈ വറവിൻ്റെ രുചി നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവപ്പെടുക. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഗോൾഡൻ ബ്രൗൺ ആക്കി ഇത് അവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ രുചികരമായിട്ടുള്ള അയലക്കറി ഇവിടെ റെഡിയായി എന്ന് പറയാം. അപ്പോൾ ഞാനത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ചെറുതായിട്ട് ഇളക്കിയാൽ മതി, ഒരുപാട് നേരം കയ്യിലിട്ട് ഇളക്കരുത്. ഉള്ളി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ചെറുതായിട്ട് ഇളക്കാം. നമ്മുടെ അയലക്കറിയുടെ ഒരു പാകം ഇതാണ്. സൂപ്പർ മീൻകറിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തിപ്പോയാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ അയലക്കറി ഇവിടെ റെഡിയായി കാണും. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.